ചാരുന്നൻ പ്രാണപ്രിയനേ, അങ്ങു മാത്രമാണിന്നും എന്റെ സർവസ്വം. അങ്ങേപ്പോലെൻ ദൈവമില്ലാരുള്ളി ലോകേ, അങ്ങിലല്ലാതെ വേറെയില്ലെന്നാശ്രയം. അങ്ങിൽ മാത്രം ചാരുന്നൻ പ്രാണപ്രിയനേ,
ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പെർഗമോസിലെ സഭയുടെ ദൂതൻ എഴുതുന്നതായ സ്വർഗീയ സന്ദേശം, പരിശുദ്ധാത്മ നൽകുന്ന സന്ദേശമാണ് നാം പഠിച്ചുകൊണ്ടിരുന്നത്, ചിന്തിച്ചുകൊണ്ടിരുന്നത്. നിങ്ങൾ ഒരു നിമിഷം ഒന്ന് ചിന്തിക്കൂ. ഇന്ന് ഈ സഭകൾ ഏതെല്ലാമാണ്? 7 സഭകളുടെ കാര്യം പറഞ്ഞല്ലോ. ഏതെല്ലാമാണ് എന്ന് നിങ്ങൾക്ക് ആർക്കൊക്കെ അറിയാം? 7 സഭകൾ. അത് നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ കുറിച്ചിട്ടുവോ? ഈ പറയുന്ന ഓരോ സഭയുള്ള ദൂതിൽ പറയുന്ന പൊതുവായ ചില കാര്യങ്ങളുണ്ട്. അത് നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ കുറിച്ചിട്ടുവോ? അതെല്ലാം ഹൃദയത്തിൽ കുറിക്കണം, മനസ്സിൽ കുറിക്കണം. നിങ്ങൾക്ക് ദൈവം കൃപ ചെയ്തു തരുന്നതായ വചനത്തിൻ്റെ ആ അർത്ഥം നിങ്ങൾക്ക് ഗ്രഹിക്കാൻ സാധിക്കണമെങ്കിൽ നിങ്ങൾ ഓരോ പ്രാവശ്യം കേൾക്കുന്ന വചനം നിങ്ങൾ ധ്യാനിക്കുകയും നിങ്ങൾ വീണ്ടും വേദപുസ്തകം വായിക്കുകയും ചെയ്യണം. ഇന്നിപ്പോൾ നമ്മൾ പെർഗമോസിലെ സഭയുടെ ദൂതൻ എഴുതുക എന്നുള്ള ആ സന്ദേശമാണ് നാം വായിക്കാൻ തുടങ്ങുന്നത്, പഠിക്കാൻ തുടങ്ങുന്നത്, ധ്യാനിക്കാൻ തുടങ്ങുന്നത്. ദൈവത്തിൻ്റെ വചനമാണ് നാം കേൾക്കുന്നത്. ഓരോ വചനവും നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്നതാണ്, ജീവിതത്തെ അത്ഭുതമായി സ്വാധീനം ചെയ്യുന്നതാണ്, ജീവിതത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നതാണ്. വചനം കേൾക്കുമ്പോൾ പല പല അത്ഭുതങ്ങൾ നടക്കുന്നുണ്ട്. നിങ്ങളുടെ ഹൃദയത്തിലുള്ള ചില വിഷാദങ്ങൾ മാറുന്നുണ്ടാകും, നിങ്ങളുടെ മനസ്സിലെ ചില ഭാരങ്ങൾ മാറുന്നുണ്ടാകും. നിങ്ങൾക്ക് എടുക്കാൻ വയ്യാത്ത ചുമടുകൾ എടുത്തുകൊണ്ടിരിക്കുന്നവർക്ക് ആ ചുമടുകൾ പലത് നിങ്ങളുടെ തലയിൽ നിന്ന്, നിങ്ങളുടെ ചുമലിൽ നിന്ന് മാറിപ്പോകും നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കും. നിറയെ ചുമടുകൾ, ഒട്ടേറെ ഭാരങ്ങൾ, ഒട്ടേറെ ബേർഡൻസ് ഉണ്ട്. എന്തെല്ലാമാണ് ഓരോരുത്തർക്കും ഉണ്ട്. ഇതെല്ലാം വഹിച്ചുകൊണ്ടാണ് നിങ്ങൾ പലരും വരുന്നത്. ഒട്ടേറെ യാതനകൾ, കഠിനമായ വേദനാ വിഷയങ്ങൾ, എത്ര പറഞ്ഞാലും തീരാത്തതായ ദുരിതങ്ങൾ, ഇതെല്ലാം ഉള്ളവരാണ് പലരും. പ്രിയപ്പെട്ടവരെ, ഇതെല്ലാം ഉള്ളപ്പോൾ തന്നെ അതിൻ്റെ നടുവിൽ ഒരാശ്വാസം നമുക്ക് ലഭിക്കും. വചനം വായിക്കുകയും വചനം ഹൃദയസ്ഥമാക്കുകയും ചെയ്യുമ്പോൾ ഒരാശ്വാസം നമുക്ക് ലഭിക്കും. ആത്യന്തികമായി നമുക്ക് ലഭിക്കേണ്ട സ്നേഹമാണ്. കെമ്പ് മുഴങ്ങുന്ന ശബ്ദം ഉണ്ടാക്കും, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ പുറമെയുള്ളതായ ആഡംബരങ്ങളൊക്കെ ഉണ്ടാകും. അതുപോലെ ഒന്നായി തീരരുത് ഈ സ്നേഹം. സ്നേഹം നമ്മുടെ ഹൃദയത്തിൽ രൂഢമൂലമായിരിക്കണം, നമ്മുടെ ഹൃദയത്തിൽ വേരോടിയിരിക്കണം. ഹൃദയത്തിൽ നിറഞ്ഞ സ്നേഹം വേറെ ഒന്നുമില്ലെങ്കിൽ സ്നേഹം ഉണ്ടാകണം. ഞാൻ ചിന്തിക്കുകയാണ്, അപ്പോൾ ഞാനിങ്ങനെ പ്രസംഗിക്കുന്നു, പക്ഷേ എൻ്റെ ഹൃദയത്തിൽ കർത്താവ് നോക്കുമ്പോൾ ഒരു സ്നേഹമില്ല എങ്കിൽ എനിക്ക് അനുഗ്രഹം കിട്ടുകയില്ല, നിങ്ങൾക്കും അനുഗ്രഹം കിട്ടുകയില്ല. ഞാൻ വചനം പറയുന്ന എൻ്റെ ഉള്ളത്തിൽ ക്രിസ്തുവിൻ്റെ സ്നേഹം നിറയുന്നില്ലെങ്കിൽ നിങ്ങളിലേക്ക് ഒന്നും പകരാൻ സാധിക്കുകയില്ല. നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കണം. നിങ്ങൾ സൺഡേ സ്കൂൾ പഠിപ്പിക്കുന്നവരുണ്ടാകും, അല്ലെങ്കിൽ പ്രസംഗിക്കുന്നവരുണ്ടാകും, സാക്ഷ്യം പറയുന്നുണ്ടാകും. നിങ്ങളുടെ ജീവിതത്തിൽ ആന്തരികമായ സ്നേഹമുണ്ടെന്ന് പറഞ്ഞ് എനിക്ക് സ്നേഹമുണ്ടെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന കാര്യമില്ലല്ലോ. സ്നേഹം നമ്മുടെ പ്രവൃത്തികളിൽ കൂടി തെളിയിക്കണം. ഒരാൾ വിഷമിക്കുമ്പോൾ ആ വിഷമതയിൽ പങ്കുചേർന്ന് വേദനിക്കാൻ നമുക്ക് സാധിക്കണം. ഒരാൾ വിഷമിക്കുന്നൊരു കാര്യത്തിൽ നമ്മുടെ ഹൃദയം നോവണം, നമ്മുടെ ഹൃദയത്തിൽ നോവുണ്ടാകണം, മനസ്സിൽ വലിയ നൊമ്പരം ഉണ്ടാകണം. വേറൊരാൾ ഭാരപ്പെടുന്ന വിഷയങ്ങൾ, എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഓരോരുത്തരും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഹൃദയം അതിനോട് താതാത്മ്യപ്പെടണം. എൻ്റെ ഒരു കാര്യം എന്നതുപോലെ എൻ്റെ ഒരു ഭാരം, എൻ്റെ ഒരു വേദന, എൻ്റെ കുഞ്ഞിൻ്റെ വേദന, അല്ലെങ്കിൽ എൻ്റെ ഭാര്യയുടെ വേദന, ഭർത്താവിൻ്റെ വേദന എന്നുള്ള രീതിയിൽ നമ്മുടെ ഹൃദയം അതിനോട് താതാത്മ്യം പ്രാപിക്കണം. മറ്റുള്ളവരുടെ വേദന നമ്മുടെ ഒരു വേദനയായി മാറണം. അത് ഉണ്ടാക്കാൻ പറ്റുന്നതല്ല, അത് ഹൃദയത്തിൽ ഉണ്ടായി വരുന്നതാണ്. എങ്ങനെ ഉണ്ടാകും? ക്രിസ്തുവിൻ്റെ സ്നേഹം നമ്മിലേക്ക് പകരുമ്പോൾ. ആ സ്നേഹത്തിൻ്റെ ഉറവ നമ്മിലുണ്ടാകണം. നല്ല നല്ല വാക്കുകളൊക്കെ പറയാൻ പറ്റും, പഞ്ചാര വാക്കുകൾ പറയാൻ പറ്റും, ആളുകളെ പ്രീതിപ്പെടുത്താനുള്ള വാക്കുകൾ പറയാൻ പറ്റും, നല്ല ലോഹ്യം കാണിക്കാൻ പറ്റും. അതൊന്നും ദൈവം കണക്കാക്കുന്നില്ല, ദൈവം കാണുന്നില്ല. മുഴുകുന്ന ചെമ്പോ ചിലമ്പുന്ന കൈത്തളമോ പോലെയായിരിക്കും, അത്രയേ ഉള്ളൂ. എന്നാൽ സ്നേഹം എന്ന് പറയുന്നത് ഒരാളുടെ ആത്യന്തിക നന്മ ആഗ്രഹിക്കുകയും എന്നെ തന്നെ മറന്ന് ആളുടെ നന്മയ്ക്ക് വേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുന്നതാണ് സ്നേഹം എന്ന് പറയുന്നത്. സ്നേഹം, വചനം എപ്പോഴും സ്നേഹമാണ്. ഈ വചനത്തിൽ കൂടി നമുക്ക് സ്നേഹമാണ് കിട്ടുന്നത്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ചിന്തിച്ച് നോക്കൂ, നിങ്ങളുടെ കുടുംബജീവിതത്തിൽ ഈ സ്നേഹം നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റുന്നുണ്ടോ? ഈ സ്നേഹം പകരാൻ പറ്റുന്നുണ്ടോ? നിങ്ങളുടെ ഭാര്യാവർത്ത ജീവിതത്തിൽ, ഭാര്യയും ഭർത്താവും ഒരുമിച്ചുള്ള ജീവിതത്തിൽ ആ സ്നേഹം നിങ്ങൾക്ക്, വാസ്തവമായ സ്നേഹം നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾക്ക് പാലിക്കാൻ സാധിക്കുന്നുണ്ടോ? കുഞ്ഞുങ്ങൾക്ക് കാണാൻ പറ്റുമോ? നിങ്ങളുടെ അപ്പനും അമ്മയും ഉള്ളതായ ആ സ്നേഹം, അത് ദൃഢമായൊരു സ്നേഹം കാണാൻ പറ്റുമോ? മക്കളിത് കാണണം, മക്കളതറിയണം. മക്കളറിഞ്ഞാൽ പോരാ, അയൽക്കാരത് കാണണം, അയൽക്കാരത് ഗ്രഹിക്കണം. ദൈവത്തിന് സ്തോത്രം. എപ്പോഴും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നവർ അതറിയണം. ഒരുപക്ഷേ വീട്ടിലുള്ള മക്കൾക്ക് ചിലപ്പോൾ സ്നേഹം കൊടുത്തു വരും, അത് ശരിയാണ്, മക്കളെക്കുറിച്ച് വലിയ കരുതലുണ്ടായിരിക്കും. പക്ഷേ അയൽപക്കത്തുള്ളവരെക്കുറിച്ച് അല്ലെങ്കിൽ മറ്റുള്ളവരെക്കുറിച്ച് ആ കരുതൽ കാണുകയില്ല. നമ്മുടെ ഹൃദയത്തിൽ ഈ സ്നേഹം നിറയണം. ക്രിസ്തുവാണ് സ്നേഹം, ക്രിസ്തുവിൻ്റെ വചനമാണ് സ്നേഹം, ക്രിസ്തുവിൻ്റെ ആത്മാവാണ് സ്നേഹം. ക്രിസ്തുവിൻ്റെ ആത്മാവ് നമ്മുടെ ഉള്ളത്തിൽ വന്നാൽ സ്നേഹം ഉണ്ടാകും. അവിടെ പിന്നെ പരുഷതകളില്ല, അവിടെ പിന്നെ വ്യാജങ്ങളില്ല, അവിടെ തന്ത്രങ്ങളും കൗശലങ്ങളുമില്ല, അവിടെ ഭംഗിവാക്കുകളില്ല, അവിടെ പഞ്ചാരവാക്കുകളില്ല. അവിടെ സ്നേഹം, അത് ഹൃദയത്തിൽ നിറഞ്ഞു വരുന്ന സ്നേഹം അനുഭവത്തിൽ കൂടി പ്രകടമായി വരുന്നു. പ്രിയപ്പെട്ടവരെ,
സ്നേഹമാണ് വചനം. പെർഗമോസ് സഭയെക്കുറിച്ച് പറയുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നത് അവരുടെ അവസ്ഥ കർത്താവ് അറിയുന്നതാണ്. എന്താണ് പറയുന്നത്? വായിക്കാം. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം 12-ാം വാക്യം മുതൽ. പെർഗമോസിലെ സഭയുടെ ദൂതൻ എഴുതുക, മൂർച്ചയേറിയ ഇരുവായ്ത്തലവാളുള്ളവൻ അരുളി ചെയ്യുന്നത്, നീ എവിടെ പാർക്കുന്നു എന്നും അത് സാത്താൻ്റെ സിംഹാസനം ഉള്ളയിടമെന്നും ഞാൻ അറിയുന്നു. നീ എവിടെ പാർക്കുന്നത് എനിക്കറിയാം. സഭയോട് പറയുകയാണ്. സഭയുടെ ദൂതൻ, സഭയുടെ നേതാവ്, സഭയുടെ പാസ്റ്റർ അല്ലെങ്കിൽ സഭയുടെ വികാരി, സഭയുടെ അച്ഛൻ, സഭയെ നടത്തുന്ന വ്യക്തി പറയുകയാണ്, നീ സാത്താൻ്റെ സിംഹാസനമുള്ളിടത്താണ് നീ പാർക്കുന്നത്. നീ ഇവളുടെ വിശുദ്ധമായ സാഹചര്യത്തിലല്ല നീ പാർക്കുന്നത്. നീ പാർക്കുന്നത് സാത്താൻ സിംഹാസനം ഇട്ടിരിക്കുന്നിടത്താണ്. നിൻ്റെ സഭയിൽ, നീ നടത്തുന്നതിൻ്റെ സഭയിൽ, നീ പരിപാലിക്കുന്നതിൻ്റെ ജനങ്ങളുടെ ഇടയിൽ സാത്താൻ സിംഹാസനം ഇട്ടിരിക്കുകയാണ്. ഇത് നീ അറിയുന്നുണ്ടോ? ചോദിക്കുകയാണ്, ഇത് നീ അറിയുന്നുണ്ടോ? സാത്താൻ്റെ സിംഹാസനമുള്ളിടത്താണ് നീ പറക്കുന്നതെന്ന് എനിക്കറിയാം. അതുകൊണ്ട് എനിക്ക് നിന്നോട് വലിയ സഹതാപമുണ്ട്, നിന്നോട് വലിയ സ്നേഹമുണ്ട്, നിന്നെക്കുറിച്ച് എനിക്ക് കരുതലുണ്ട്. സാത്താൻ സിംഹാസനം ഇട്ടിരിക്കുന്ന ഇടം. ദൈവത്തിന് സ്തോത്രം. പ്രിയ സഹോദരങ്ങളെ, നിങ്ങളോട് ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ ഹൃദയത്തിൽ സാത്താൻ ഇടമുണ്ടോ? സാത്താൻ സിംഹാസനം ഇട്ടിട്ടുണ്ടോ? നമ്മെ ഭരിക്കുന്നത് ആരാണെന്ന്? നമ്മെ ഓരോരുത്തരെയും ഭരിക്കുന്നത് എൻ്റെ കർത്താവ് അനേകർ വചനം കേൾക്കുന്നെങ്കിൽ ഒന്നും ചിന്തിക്കുന്നില്ല. സാത്താനാണ് നമ്മിൽ പലരെയും നയിച്ചു കൊണ്ടുപോകുന്നത്. സാത്താനാണ് നമ്മെ കോപിപ്പിക്കുന്നത്. സാത്താനാണ് കലഹം ഉണ്ടാക്കുന്നത്. സാത്താനാണ് വീട്ടിൽ സ്വൈരക്കേടുണ്ടാക്കുന്നത്. സാത്താനാണ് പിള്ളേർ പഠിക്കുന്നത് ഉഴപ്പാക്കുന്നത്, പഠിക്കാൻ താല്പര്യമില്ലാതാകുന്നത്, മടി പിടിക്കുന്നത്. സാത്താനാണ് ചീത്ത കൂട്ടുകെട്ടിലേക്ക് കുട്ടികളെ കൊണ്ടുപോകുന്നത്. നിങ്ങൾ പലരെയും മദ്യത്തിലേക്കോ മയക്കുമരുന്നിലേക്കോ കഞ്ചാവിലേക്കോ വലിച്ചുകൊണ്ട് പോകുന്ന സാത്താനാണ്. ഒരു ഭീകരനായ പിശാചാണ്. അവൻ്റെ സിംഹാസനത്തിൽ ഇരിക്കുന്നിടത്താണ് നീ ഇരിക്കുന്നത്. അവൻ സിംഹാസനം ഇട്ടിരിക്കുന്നിടത്താണ് നീ ഇരിക്കുന്നത്. സിംഹാസനം ഇരിക്കുന്നാൽ അവൻ ഭരിക്കുന്നിടത്ത്. അവൻ സിംഹാസനം ഇട്ടിരിക്കുന്നു പറഞ്ഞാൽ എന്താണ്? അവൻ ഭരിക്കുന്നിടത്താണ് നിങ്ങളിരിക്കുന്നത്. സാത്താൻ്റെ സിംഹാസനമുള്ള ഇടം. നാം ഇരിക്കുന്ന വീടോ നമ്മുടെ ജോലിസ്ഥലമോ അല്ല ഈ പറയുന്നത്. നമ്മുടെ ആകമാനമുള്ള ആളത്വം സാത്താന് ഭരണമുള്ള ഇടത്താണ്. സാത്താൻ നമ്മിൽ ഭരണമുണ്ട്. സാത്താനാണ് രാജാവ്. രാജാവ് സിംഹാസനം ഇട്ട് ഭരിക്കുന്നു. നാം പ്രജകളാണ്. ഈ സാത്താൻ്റെ ഓരോ വാക്കുകൾക്കും താളം തുള്ളുന്നവരാണ് നാം. സാത്താൻ പറയുന്നതനുസരിച്ച് നാം കോപിക്കുന്നു. സാത്താൻ പറയുന്നതനുസരിച്ച് ഇഷ്ടക്കേടുണ്ടാക്കുന്നു. സാത്താൻ അനുസരിച്ച് നാം പരസ്പരം മത്സരിക്കുന്നു, പരസ്പരം അസൂയാലുക്കളാകുന്നു. സാത്താൻ പറയുന്നതനുസരിച്ച് നാം പല കാര്യങ്ങളിലും പുറകോട്ട് നല്ല കാര്യങ്ങളിൽ നിന്ന് പുറകോട്ട് പോകുന്നു. സാത്താൻ സിംഹാസനം ഇട്ടിരിക്കുന്നു. നിങ്ങൾ ചിന്തിക്കൂ, ഒരു വളരെ ലളിതമായ കാര്യം ചിന്തിക്കൂ. നിങ്ങളുടെ ജീവിതത്തിൽ നിർമ്മലമായ ഹൃദയം നിങ്ങൾക്ക് എല്ലാവരോടും ഉണ്ടോ? നിർമ്മലമായ സ്നേഹം, നിർമ്മലമായ ഹൃദയം, നിർമ്മലമായ സ്നേഹം എല്ലാവരോടും ഉണ്ടോ? ഒരു കറയുമില്ലാത്ത സ്നേഹം എല്ലാവരോടും ഉണ്ടോ? ഉണ്ട് എന്ന് ചുമ്മാ പറഞ്ഞാൽ പോരാ. നിങ്ങൾ ആ സ്നേഹം എങ്ങനെ കാണിച്ചിട്ടുണ്ട്? ആ സ്നേഹം എങ്ങനെ കാണിച്ചിട്ടുണ്ട്? നിങ്ങൾ ചിന്തിക്കൂ. നിങ്ങൾ ഈ വചനം കേൾക്കാൻ എത്ര പേരെ നിങ്ങൾ വിളിച്ചിട്ടുണ്ട്? വചനം കേൾക്കാൻ എത്ര പേരെ നിങ്ങൾ ഉത്സാഹിപ്പിച്ചിട്ടുണ്ട്? അവരുടെ ആത്മാവിന് വേണ്ടി കരുതലുണ്ടെങ്കിൽ, ആ ദാഹം ഉണ്ടെങ്കിൽ, ആത്മാക്കൾക്ക് ദാഹം ഉണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും കുറേ വചനം കേൾക്കട്ടെ എന്ന് വിചാരിക്കില്ലേ? നിങ്ങൾ ചിന്തിക്കുക. നിങ്ങൾ എന്ത് ചെയ്തു? ഹൃദയത്തിൽ സ്നേഹമുണ്ടോ? ആത്മാക്കളെ കുറിച്ചൊരു കരുതലുണ്ടോ? ആത്മാക്കൾ നഷ്ടപ്പെടുന്നതിനെക്കുറിച്ചൊരു വേദനയുണ്ടോ? പ്രിയപ്പെട്ടവരെ, ഇതുപോലൊരു ദിവസം എല്ലാം സമാധാനമെന്നും നിർഭയമെന്ന് പറയുമ്പോൾ ഗർഭിണിക്ക് പ്രസവവേദന വരുമ്പോൾ അവർക്ക് പെട്ടെന്ന് നാശം അനുഭവിക്കും. പെട്ടെന്നാണ് സംഭവിക്കുന്നത്. ഇന്ന് നമുക്ക് പ്രസംഗിക്കാം, ഇന്ന് നമുക്ക് യോഗങ്ങൾ നടത്താം, ഇന്ന് നമുക്ക് പാട്ടുകൾ പാടാം, ഇന്ന് നമുക്ക് സാക്ഷ്യങ്ങൾ പറയാം, ഇന്ന് ഇതൊക്കെ ചെയ്യും. പക്ഷേ അവസാനം തീരുമാനമില്ലാത്ത സമയത്ത്, നമുക്കൊരു വ്യക്തമായ നിശ്ചയമില്ലാത്ത സമയത്ത്, വ്യക്തമായ സമർപ്പണം ഇല്ലാത്ത സമയത്ത് കർത്താവായ യേശു ക്രിസ്തു വരുമ്പോൾ അവർക്ക് പെട്ടെന്ന് നാശം വന്ന് ഭവിക്കും. ദൈവത്തിന് സ്തോത്രം. പെട്ടെന്ന് ഓർക്കുക, നാം എവിടെയാണ് പാർക്കുന്നത്? എൻ്റെ ഉള്ളിൽ സാത്താൻ ഇടമുണ്ടോ? എൻ്റെ ഹൃദയത്തിൽ സാത്താൻ സിംഹാസനം ഇട്ടിട്ടുണ്ടോ? ഏതെങ്കിലും പരുഷത ആരോടെങ്കിലും ഉണ്ടോ? ആരോടെങ്കിലും ഒരു മുൻവിധിയുണ്ടോ? ആരോടെങ്കിലും നമുക്കൊരു ഇഷ്ടക്കുറവുണ്ടോ? ഇല്ല എന്നൊക്കെ പറയും നിങ്ങൾ. ശരിയാണ്, നിങ്ങൾ പറയും. പക്ഷേ നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു ടെസ്റ്റ് കേസ് വരുമ്പോൾ അറിയാം നിങ്ങൾക്ക് സ്നേഹമില്ല എന്ന്. ഒരാവശ്യം വരുമ്പോൾ അറിയാം നിങ്ങൾക്ക് സ്നേഹമില്ല എന്ന്. എങ്ങനെയും ആത്മാക്കളെ വീണ്ടെടുക്കണമെന്നുള്ളതായതാകും, എങ്ങനെയും ആത്മാക്കൾ വചനം കേൾക്കണമെന്നുള്ളതായതാകും, എങ്ങനെയും ദൈവത്തിൻ്റെ വചനം കേൾക്കാൻ ഈ പാവപ്പെട്ട ജനത്തെ ഒന്നിച്ച് കൂട്ടണമെന്നുള്ളതായതാകും, അവരെ എങ്ങനെയെങ്കിലും സ്വന്തം വാഹനം ഉപയോഗിച്ച് അവരെ കൂട്ടിക്കൊണ്ട് വരണമെന്നുള്ളതായതാകും. സ്നേഹം വേണം. സാത്താൻ സിംഹാസനം ഇട്ടിട്ടുണ്ട് എന്നുള്ളത് തിരിച്ചറിയണം. എൻ്റെ ഹൃദയത്തിൽ പിശാച് സിംഹാസനം ഇട്ടിട്ടുണ്ട്. ഇവിടെ എനിക്ക് വിനയമില്ല. എന്തിനേയും ചോദ്യം ചെയ്യുന്ന സ്വഭാവമാണ് എനിക്കുള്ളത്. എൻ്റെ ഹൃദയത്തിൽ മത്സരമുണ്ട്, എൻ്റെ ഹൃദയത്തിൽ അസൂയയുണ്ട്, എൻ്റെ ഹൃദയത്തിൽ ഇഷ്ടക്കേടുകളുണ്ട്, എൻ്റെ ഹൃദയത്തിൽ മുഷിച്ചിലുകളുണ്ട്, എൻ്റെ ഹൃദയത്തിൽ ഐക്യമില്ല. വാസ്തവമായ ഐക്യം, ദൈവമക്കളിൽ നിന്നുള്ള ഐക്യം പുലർത്താൻ എനിക്ക് സാധിക്കുന്നില്ല എന്ന് തിരിച്ചറിയണം.
പുറമേ വലിയ പ്രസംഗങ്ങൾ ചെയ്തുകൊണ്ടൊന്നും കാര്യമില്ല. എൻ്റെ ഹൃദയം ആത്മാക്കൾക്ക് വേണ്ടിയുള്ള ദാഹമുള്ള ഹൃദയമാണോ? ആത്മാക്കളെ സ്നേഹിക്കുന്നുണ്ടോ? മനുഷ്യർക്ക് വേണ്ടി ഓരോരുത്തരും രക്ഷപ്പെടാൻ വേണ്ടി ഞാൻ ദാഹിക്കുന്നുണ്ടോ? ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, സാത്താൻ സിംഹാസനം ഇട്ടിരിക്കുന്നിടത്താണ് നീ ഇരിക്കുന്നതെന്ന്, നീ എവിടെ ഇരിക്കുന്നുവെന്നും നീ എവിടെ പാർക്കുന്നുവെന്നും അത് സാത്താൻ്റെ സിംഹാസനമുള്ള ഇടം എന്നും ഞാൻ അറിയുന്നു. പ്രിയപ്പെട്ടവരെ, അത് ഗൗരവമേറിയൊരു കാര്യമാണ്. അറിയുന്നു, ദൈവം അറിയുന്നു, നിത്യനായ ദൈവം എല്ലാം അറിയുന്നു. നമ്മുടെ നടപ്പും കിടപ്പും അവൻ ശോധന ചെയ്യുന്ന വായിച്ചിട്ടുണ്ടല്ലോ, നമുക്കറിയാമല്ലോ, വാക്യം കാണാതെ അറിയാമല്ലോ. നമ്മുടെ ഓരോ നിമിഷവും കർത്താവിനെ കണ്ടുകൊണ്ടിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഓരോ നിമിഷവും സ്തോത്രം. ഞാൻ എൻ്റെ സ്വന്തം അനുഭവത്തോട് ചേർത്താണ് ചിന്തിച്ചത്. ഞാൻ ചിന്തിക്കുന്നു, എൻ്റെ ഓരോ സെക്കൻഡിൻ്റെ കർത്താവിനെ കാണുന്നു. ഞാൻ എന്ത് ഭാഗ്യശാലിയാണ്. സ്തോത്രം. പെട്ടെന്ന് ഞാൻ ഓർത്തു, ഞാൻ എന്ത് ഭാഗ്യശാലിയാണ്. എൻ്റെ കാര്യം നോക്കാൻ എനിക്കൊരാളുണ്ടല്ലോ, എൻ്റെ കാര്യം അന്വേഷിക്കാൻ എനിക്കൊരാളുണ്ടല്ലോ. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ കാര്യം ഇത് തന്നെയാണ്. ദൈവം നിങ്ങളുടെ കാര്യം അന്വേഷിക്കുന്നുണ്ട്, നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾ രോഗിയായി വേദനിക്കുമ്പോൾ കർത്താവ് അത് കാണുന്നുണ്ട്. കർത്താവിന് കഴിവില്ലാത്തതുകൊണ്ടല്ല രോഗം മാറ്റാത്തത്. ആത്യന്തിക നന്മ എന്താണ് നമുക്കറിഞ്ഞുകൂടാ. കർത്താവ് രോഗം മാറ്റുന്നില്ലെങ്കിൽ അതിനും ദൈവത്തിന് ഉദ്ദേശമുണ്ട്, നല്ലത്. ദൈവത്തിന് സ്തോത്രം. അപ്പോസ്തലനായ പൗലോസിന് രോഗം ഉണ്ടായിരുന്നല്ലോ, രോഗം ഉണ്ടായിരുന്നു. എപ്പോഴും കണ്ണിൽ നിന്ന് വെള്ളം വരികയായിരുന്നാണ് പറയുന്നത്. കണ്ണിൽ നിന്ന് വെള്ളം വന്നുകൊണ്ടേയിരിക്കുന്നു. അങ്ങ് അത് തന്നെയാണോ എന്ന് അറിഞ്ഞുകൂടാ. കണ്ണിൽ നിന്ന് വെള്ളം വരുന്നുകൊണ്ടിരിക്കുന്നു, എപ്പോഴും കണ്ണിൽ വേദനയാണ് എന്ന് ഊഹിക്കത്തക്കവണ്ണം ഒരു തെളിവ് ഗലാത്യ ലേഖനം 4-ാം അധ്യായത്തിലുണ്ട്. ഇത്രയേ ഉള്ളൂ, വ്യക്തമായ തെളിവില്ല. ഏതായാലും ഒരു ശൂലം കൊണ്ട് കുത്തുന്ന പോലത്തെ വേദന ഉണ്ടായിരുന്നു, ശൂലം കൊണ്ട് കുത്തും പോലത്തെ വേദന അപ്പോസ്തലനായ പൗലോസിന്. പക്ഷേ ആ വേദന അപ്പോസ്തലൻ്റെ ശരീരത്തിലുണ്ടെങ്കിലും കർത്താവ് പറഞ്ഞു, എൻ്റെ കൃപ നിനക്ക് പോരെ, പോരെ മോനെ, നിനക്ക് എൻ്റെ കൃപ പോരെ നിനക്ക്, എൻ്റെ കൃപ നിനക്ക് മതി. സ്തോത്രം. കർത്താവ് പറയുകയാണ്, കർത്താവേ ഇതൊന്ന് മാറ്റി തരാമോ? ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഓടി നടക്കുമ്പോൾ, ഈ നാടായ നാടെല്ലാം നടക്കുമ്പോൾ, എൻ്റെ കർത്താവ് ഇതൊരു വലിയ അസൗകര്യമാണല്ലോ. എപ്പോഴും വേദനിച്ചുകൊണ്ടിരിക്കുന്നു, കണ്ണിൽ നിന്ന് വെള്ളം വന്നുകൊണ്ടിരിക്കുന്നു. കർത്താവ് ഈ ജനത്തോട് സംസാരിക്കുമ്പോൾ ഈ വെള്ളം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ചെറിയ വേദനയുണ്ട് താനും. മോനെ, ഇന്ന് കാര്യം പറയാം, നിനക്ക് എൻ്റെ കൃപയുണ്ട്, അതുപോരെ. സ്തോത്രം. അയ്യോ മതി കർത്താവേ, മതി, എനിക്ക് നിൻ്റെ കൃപ എനിക്ക് മതി, അതൊന്നും വേണ്ട എനിക്ക്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിലെ അലങ്കോലങ്ങളും നിങ്ങളുടെ ജീവിതത്തിലെ ആവലാധികളും എല്ലാം കർത്താവ് കാണുന്നുണ്ട്. നിങ്ങളുടെ രോഗങ്ങളും നിങ്ങളുടെ പ്രയാസങ്ങളും നിങ്ങൾ വീട്ടിൽ വിഷമിക്കുന്ന കാര്യങ്ങളും നിങ്ങളുടെ മക്കളെക്കുറിച്ചുള്ളതായ നിങ്ങളുടെ ആവലാധികളും എല്ലാം കർത്താവ് കാണുന്നുണ്ട്. കർത്താവ് എല്ലാം അറിയുന്നുണ്ട്. കർത്താവ് അപ്പോഴെല്ലാം നമ്മൾ പറയുന്നു, മോനെ എൻ്റെ കൃപ നിനക്ക് പോരെ, നീ എൻ്റെ കൃപയ്ക്ക് വേണ്ടി ദാഹിക്കൂ. സ്തോത്രം. എൻ്റെ കൃപ, എൻ്റെ സാന്നിധ്യത്തിന് വേണ്ടി ദാഹിക്കൂ. ഞാൻ നിൻ്റെ കൂടെ ഉണ്ട് എന്നുള്ള ഉറപ്പ് നീ വരുത്തൂ. ഞാൻ നിൻ്റെ കൂടെ ഉണ്ട്, നിൻ്റെ കൂടെ ഞാൻ ഉണ്ട് എന്നുള്ള ഉറപ്പ് നീ വരുത്തൂ. ദൈവത്തിന് സ്തോത്രം. എപ്പോഴും ഞാൻ നിന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നു നീ അറിയുക. നിൻ്റെ തലമുടി ഇഴകൾ ഓരോന്നും ഞാൻ എണ്ണിയിരിക്കുന്നു നീ അറിയുക. ഒരെണ്ണം താഴെ കൊഴിഞ്ഞു വീണാൽ സ്വർഗ്ഗസ്നായ പിതാവ് അറിയും. സ്വർഗ്ഗസ്നായ പിതാവ് അറിയാതെ ഒരു തലമുടിനാര് പോലും കൊഴിഞ്ഞു വീഴുകയില്ല. ദൈവത്തിന് സ്തോത്രം. എത്ര അത്ഭുതകരമായ ഒരു ദൈവിക ദർശനമാണിത്. നിത്യനായ ദൈവത്തിനെ കാണുക, സ്നേഹവാനായ ദൈവത്തിനെ കാണുക. സാത്താൻ സിംഹാസനം ഇട്ടിട്ടുള്ള സ്ഥലത്താണ് നിൻ്റെ ഇരിപ്പിടം. നീ ഓർത്തുകൊള്ളുക, സാത്താൻ അവകാശമുള്ള പലതും നിൻ്റെ ജീവിതത്തിലുണ്ട് എന്ന് നീ അറിയുക. നീ എൻ്റെ നാമം മുറുകെ പിടിച്ചിരിക്കുന്നു. ഇതെല്ലാം ആണെങ്കിലും എനിക്ക് ഇതിനെക്കുറിച്ചൊരു നല്ല കാര്യം പറയാനുണ്ട്. സ്തോത്രം. സാത്താൻ സിംഹാസനം അവിടെ ഇട്ടിട്ടുണ്ടെങ്കിലും നിന്നെക്കുറിച്ച് എനിക്കൊരു നല്ല അഭിപ്രായം പറയാനുണ്ട്. എൻ്റെ നാമം നീ മുറുകെ പിടിച്ചിരിക്കുന്നു. സ്തോത്രം. എന്തൊരു നല്ല സാക്ഷ്യപത്രമാണത്. നീ എൻ്റെ നാമം മുറുകെ പിടിച്ചിരിക്കുന്നു. ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ക്രിസ്തുവിൻ നാമം മുറുകെ പിടിച്ചുകൊണ്ട് നിൽക്കാൻ നമുക്ക് സാധിക്കുമോ? പ്രതിസന്ധി ഘട്ടങ്ങളുണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. പ്രതിസന്ധി ഘട്ടങ്ങൾ വരും, പ്രശ്നങ്ങൾ വരും. അപ്പോഴെല്ലാം എൻ്റെ യേശു വ്യസനിക്കരുത്, എൻ്റെ യേശു ദുഃഖിക്കരുത് എന്ന് ഉള്ളത്തിൽ നിരൂപിച്ചുകൊണ്ട് ആ പ്രശ്നത്തെ നിങ്ങൾക്ക് അഭിമുഖീകരിക്കാൻ സാധിക്കുമോ? എങ്കിൽ നിങ്ങൾക്ക് ജയിക്കാം. ഞാൻ പറയുന്നത് പരീക്ഷ ജയിക്കുന്ന കാര്യം മാത്രമല്ല, ഭൗതികമായ പല അനേകം പാപങ്ങൾ ജയിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ഭൗതികമായ അനേകം ദുരിതങ്ങൾ നേരിടാൻ നിങ്ങൾക്ക് സാധിക്കും. ഈ ലോകത്തുണ്ടാകുന്ന പോലെ കഷ്ടപ്പാടുകളും രോഗങ്ങളും ദുഃഖങ്ങളും വേദനകളും നിങ്ങൾക്ക് നേരിടാൻ സാധിക്കും. എങ്ങനെ? യേശുവിൻ്റെ നാമം മുറുകെ പിടിച്ചുകൊണ്ട് നിൽക്കുക, മുറുകെ പിടിക്കുക. എൻ്റെ നാമം നീ മുറുകെ പിടിച്ചിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവനാമം മുറുകെ പിടിച്ചുകൊണ്ട് നമുക്ക് നിന്നാൽ ദൈവം നമുക്ക് അനുഗ്രഹങ്ങൾ തരും, പെരിയ അനുഗ്രഹങ്ങൾ തരും. ദൈവത്തിന് സ്തോത്രം. എപ്പോഴും അങ്ങനെ ജീവിച്ച വിശുദ്ധന്മാരുണ്ട്. ഞാൻ ചില വിശുദ്ധന്മാരുടെ ജീവിതത്തിലൊക്കെ വായിച്ചപ്പോഴും എനിക്ക് തോന്നി, എൻ്റെ കർത്താവേ, ഞാൻ ഈ വിശുദ്ധന്മാരുടെ അവരുടെ ജീവിതത്തിൻ്റെ അനുഭവത്തിൻ്റെ ഒരു 100 മൈലല്ല 10,000 മൈലെടുക്ക പോലും ഞാൻ എത്തിയിട്ടില്ലല്ലോ എന്ന്. വിശുദ്ധന്മാരായ ആളുകളുണ്ട്. അത് ഈ കേരളക്കരയിൽ ജീവിച്ചിട്ടുണ്ട്.
നമ്മുടെ ഈ ഭാരതഭൂമിയിൽ ജീവിച്ചിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. ക്രിസ്തുവിന് വേണ്ടി എന്തും ഏതുമാകാനായിട്ട് ഇറങ്ങിപ്പുറപ്പെട്ട അനേകം വിശുദ്ധന്മാരുണ്ട്. ദൈവത്തിന് സ്തോത്രം. എല്ലാം പരിത്യജിച്ച് ഒന്നും വേണ്ട എനിക്ക്, സ്തോത്രം, ഒന്നിനും ഒരു ചിന്തയുമില്ല, എല്ലാം യേശു യേശു മാത്രം, അങ്ങനെ ചിന്തിച്ച് ജീവിച്ച വിശുദ്ധന്മാരുണ്ട്. പ്രിയപ്പെട്ടവരെ, നാം എല്ലാം ദൈനംദിന ജീവിതത്തിൽ പല കഷ്ടപ്പാടുള്ളവരാണ്, ജോലി തിരക്കുള്ളവരാണ്. ശരി, അത് വേണ്ട എന്ന് കർത്താവ് പറയുന്നില്ല. പക്ഷേ നമ്മുടെ ഒന്നാം സ്ഥാനത്ത്, നമ്മുടെ ഹൃദയത്തിൻ്റെ ഒന്നാം സ്ഥാനത്ത് യേശുവാണോ? യേശുവിൻ്റെ മഹത്വമാണോ? ജീവനുള്ള ദൈവത്തിൻ്റെ മഹത്വമാണോ നമ്മുടെ ഹൃദയത്തിൽ ഏറ്റവും മുന്തി നിൽക്കുന്നത്? ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി ചെലവഴിക്കപ്പെടുക, സമ്പൂർണ്ണമായും ചെലവഴിക്കപ്പെടുക. സ്തോത്രം. ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടട്ടെ. പപ്പ കൊണ്ട് ഞങ്ങൾക്ക് പറഞ്ഞു തന്നു, ഒരു മനുഷ്യന് എത്രത്തോളം കർത്താവിനെ സ്നേഹിക്കാൻ പറ്റുമോ അത്രത്തോളം എനിക്ക് കർത്താവിനെ സ്നേഹിക്കണം. ഒരു മനുഷ്യന് എത്രത്തോളം കർത്താവിൻ്റെ മഹത്വത്തിന് വേണ്ടി ചെലവഴിക്കപ്പെടാൻ പറ്റുമോ അത്രത്തോളം കർത്താവിൻ്റെ മഹത്വത്തിന് വേണ്ടി ചെലവഴിക്കപ്പെടണം. ഒരു മനുഷ്യന് എത്രത്തോളം കർത്താവിൻ്റെ പരിശുദ്ധനാകാൻ പറ്റുമോ അത്രത്തോളം കർത്താവിൻ്റെ പരിശുദ്ധനാകണം. ഒരു മനുഷ്യന് ഈ ഭൂമിയിൽ വെച്ച് കർത്താവ് എൻ്റെ ജീവിതത്തിൽ എന്താണ് ചെയ്തിരിക്കുന്നത് എന്ന് തിരിച്ചറിഞ്ഞ് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തുതിപ്പാൻ പറ്റണം. അങ്ങനെ എത്രത്തോളം സ്തുതിപ്പാൻ പറ്റുമോ അത്രത്തോളം എനിക്ക് സ്തുതിക്കണം. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. ഞാൻ ദൈവത്തിൻ്റെ എന്നും പ്രാർത്ഥിക്കുന്നൊരു വിഷയമാണത്. കർത്താവ് എൻ്റെ ജീവിതത്തിൽ എന്താണ് ചെയ്തത്? ഒരനാഥനെ സ്നേഹിക്കാൻ കർത്താവിന് കഴിഞ്ഞത്, ഒരൽപ്പപ്രാണിയെ എടുത്ത് ഉയർത്താൻ കർത്താവിന് കഴിഞ്ഞത്, ഒരു വിലയുമില്ലാത്ത മനുഷ്യനെ കർത്താവ് തൻ്റെ സ്നേഹം നിക്ഷേപിച്ച് നിർത്തിയത്, തുണയേറ്റവനായി, സഹായമറ്റവനായി, അനാഥനായി അലഞ്ഞുകൊണ്ടിരുന്ന ഈ മനുഷ്യൻ്റെ ഹൃദയത്തിൽ സമാധാനം കർത്താവ് തന്നത്. എത്രയെത്ര അനുഗ്രഹങ്ങളാണ് കിട്ടിയത്, എത്രയെത്ര ഭാഗ്യാവസരങ്ങളാണ് കർത്താവ് തന്നത്. സത്യമായ ഒരു ദൈവം ജീവിക്കുന്നു എന്ന് എനിക്ക് അനുഭവങ്ങൾ ഏറെയേറെ കിട്ടിയെന്ന് മാത്രമല്ല, ഞാൻ ഇന്ന് ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ചിന്തിക്കണം, യേശു എനിക്ക് എന്ത് ചെയ്തു? നിങ്ങൾ രോഗം മാറ്റിയതല്ല, നിങ്ങൾ കടം മാറ്റിയതല്ല, നിങ്ങൾക്ക് വീട് വെച്ച് തന്നതല്ല, നിങ്ങൾക്ക് മക്കളുണ്ടായതല്ല, മക്കൾ നല്ല പഠിക്കാൻ മിടുക്കരായതല്ല, ഒന്നുമല്ല, മക്കളുടെ വിവാഹം നടത്തിയതല്ല, ഇതൊന്നുമല്ല. അതൊക്കെ ഉണ്ട്, ഇല്ലെന്നില്ല, എല്ലാം ഉണ്ട്. പക്ഷേ നിത്യജീവൻ എനിക്ക് തരുവാൻ കർത്താവ് പ്രസാദിച്ചു. ഈ ഭൂമിയിലെ താൽക്കാലിക ജീവിതം കഴിഞ്ഞ് നിത്യതയിലേക്ക് പറന്നെത്താൻ കർത്താവ് എന്നെ ഒരുക്കി. അതിനെ കർത്താവിൻ്റെ വിശേഷ വസ്ത്രം എന്നെ ധരിപ്പിച്ചു. എൻ്റെ ഹീനമായ വസ്ത്രം കർത്താവ് മാറ്റി എനിക്കൊരു പുതിയൊരു മേലങ്കി തന്നു. കർത്താവ് എൻ്റെ പാവങ്ങളെല്ലാം ക്ഷമിച്ചു തന്നു. പാവങ്ങൾ ക്ഷമിച്ചു തരുന്നതിന് മുമ്പ് എനിക്ക് ഇന്ന പാവങ്ങൾ ഉണ്ടായെന്ന് കർത്താവ് എനിക്ക് പാവബോധം തന്നു, കുറ്റബോധം തന്നു. എന്നെ കർത്താവിനെ സ്നേഹിപ്പാൻ, കർത്താവിനെ സ്തുതിപ്പാൻ കൃപ തന്നു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ദൈവം എനിക്ക് എന്താണ് ചെയ്തത് നിങ്ങൾ തിരിച്ചറിയണം. ഒന്നുകൂടി വായിക്കാം, 12 വാക്യം മുതൽ. പെർഗമോസിലെ സഭയുടെ ദൂതൻ എഴുതുക, മൂർച്ചയേറിയ ഇരുവായ്ത്തലവാളുള്ളവൻ അരുളി ചെയ്യുന്നത്, നീ എവിടെ പാർക്കുന്നു എന്നും അത് സാത്താൻ്റെ സിംഹാസനം ഉള്ളയിടമെന്നും ഞാൻ അറിയുന്നു. നീ എൻ്റെ നാമം മുറുകെ പിടിച്ചിരിക്കുന്നു. സ്തോത്രം. സഹോദരങ്ങളെ, ഇന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ കൈകൊണ്ട് മുറുകെ പിടിക്കാൻ പറ്റില്ലല്ലോ, പക്ഷേ വിശ്വാസം കൊണ്ട് നിങ്ങൾ കർത്താവിൻ്റെ നാമത്തെ മുറുകെ പിടിക്കണം. എങ്ങനെയത്? വെറുതെ ഭാവനയിൽ കണ്ടിട്ട് കാര്യമില്ല. യേശുവിൻ്റെ നാമത്തിന് മഹത്വം വരത്തക്കവണ്ണം മാത്രം ഞാൻ ജീവിക്കും. സ്തോത്രം. യേശുവിൻ്റെ നാമത്തിന് മഹത്വം ലഭിക്കത്തക്കവണ്ണം മാത്രം ഞാൻ ജീവിക്കും. എൻ്റെ ഓരോ വാക്കുകളും, എൻ്റെ ഓരോ ചലനവും, എൻ്റെ ഈ ശരീരം, എൻ്റെ മനസ്സ്, എൻ്റെ ആത്മാവ്, എൻ്റെ ശരീരം, എൻ്റെ പ്രാണൻ, എൻ്റെ ആത്മാവ്, ദേഹി, ദേഹം, ആത്മാവ് യേശുവിൻ്റെ മഹത്വത്തിന് ഉതകുമാറും മാത്രം ജീവിക്കും. ഇങ്ങനെ നിങ്ങൾക്ക് തീരുമാനം വന്നാൽ തീർച്ചയായിട്ടും കർത്താവിൻ്റെ നാമത്തെയാണ് നിങ്ങൾ മുറുകെ പിടിച്ചിരിക്കുന്നത്, മനുഷ്യയല്ല മുറുകെ പിടിച്ചിരിക്കുന്നത്. ഒരു കൂട്ടായ്മയല്ല നിങ്ങൾ മുറുകെ പിടിച്ചിരിക്കുന്നത്, ഏതെങ്കിലും ദൈവവേദനയല്ല നിങ്ങൾ മുറുകെ പിടിച്ചിരിക്കുന്നത്. നിങ്ങൾ പിടിച്ചിരിക്കുന്നത് ഗോൽത്തായിലെ കുരിശിൽ കുറ്റമില്ലാത്ത രക്തം ചിന്തി വേദനയോടെ പിടഞ്ഞു കിടക്കുന്ന കർത്താവായി യേശുക്രിസ്തുവിനെയാണ് നിങ്ങൾ മുറുകെ പിടിച്ചിരിക്കുന്നത്. അത് ഉറപ്പ് നിങ്ങൾക്ക് വേണം, ആ ഉറപ്പുണ്ടായിരിക്കണം. നിങ്ങൾ കൂട്ടായ്മയുടെ പിറകെയല്ല പോകുന്നത്. സ്തോത്രം. ഞാനങ്ങനെയല്ല പോകുന്നത്. സ്തോത്രം. ഒരു കൂട്ടായ്മയുടെ പിറകെയല്ല പോകുന്നത്. കൂട്ടായ്മയിലെ യാതൊരു കാര്യവും അതൊന്നും എൻ്റെ വിശ്വാസത്തിന് തടസ്സമാകാൻ പാടില്ല. എൻ്റെ വിശ്വാസം എൻ്റെ യേശുവിലാണ്. എൻ്റെ വിശ്വാസം എനിക്ക് വേണ്ടി ക്രൂസിൽ വെച്ച രക്ഷകനിലാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ തീരുമാനിക്കൂ, യേശുവിൻ്റെ നാമം നിങ്ങൾ മുറുകെ പിടിക്കുമോ? ഇപ്പോൾ തീരുമാനിക്കാം. നിങ്ങൾക്ക് ഹൃദയത്തിൽ തീരുമാനമെടുക്കാം. യേശുവിൻ്റെ നാമം ഞാൻ മുറുകെ പിടിക്കും. യേശുവിൻ്റെ മഹത്വത്തിന് ഉതകാത്തതായ ഒന്നും എൻ്റെ ജീവിതത്തിൽ ഇനി വരികയില്ല.
യേശുവിൻ്റെ പരിശുദ്ധിക്ക് ഉതകാത്തതായ ഒന്നും എൻ്റെ ജീവിതത്തിൽ വരികയില്ല. യേശുവിൻ്റെ രാജ്യത്തിന് ഉതകാത്തതായ ഒന്നും എൻ്റെ ജീവിതത്തിൽ വരികയില്ല. യേശു പ്രസാദിക്കാത്തതായി ഒന്നും എൻ്റെ ജീവിതത്തിൽ വരികയില്ല. യേശുവേ, ഈ നിമിഷം മുതൽ നാഥ, ഞാൻ നിൻ്റെ അടിമ, നിൻ്റെ ദാസൻ, നിൻ്റെ ദാസി. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. തീരുമാനമെടുക്കാൻ പറ്റുമോ നിങ്ങൾക്ക്? യേശു പ്രസാദിക്കുന്ന ഒരു ജീവിതം നയിക്കാൻ പറ്റുമോ? നിങ്ങൾ ദൈവത്തിൽ വാക്ക് പറയാൻ പറ്റുമോ? യേശു പ്രസാദിക്കുന്ന ഒരു ജീവിതം കർത്താവെ, ഇനിയുള്ള ശേഷിക്കുന്ന ആയുസ് എത്രയുണ്ടെന്ന് എനിക്കറിയാൻ വയ്യല്ലോ കർത്താവേ. എത്രയുണ്ടെന്ന് അറിയാൻ പാടില്ലല്ലോ. നാളെ നേരം വെളുക്കുമ്പോൾ ഞാനുണ്ടോ എനിക്ക് അറിഞ്ഞുകൂടാ. നാളെ സന്ധ്യയാകുന്നതിന് മുമ്പ് എൻ്റെ ശരീരം മണ്ണിനടിയിലാകുമോ എനിക്ക് അറിഞ്ഞുകൂടാ കർത്താവേ. എന്നാൽ ഇന്ന് ഇപ്പോൾ എനിക്ക് ആയുസ് കിട്ടിയിട്ടുണ്ട്. ഈ നിമിഷം ഞാനൊരു വാക്ക് പറയുകയാണ്. യേശുവേ, നിൻ്റെ ഹിതത്തിന് ചേരുന്ന വിധത്തിൽ മാത്രമേ ഞാൻ ജീവിക്കുകയുള്ളൂ. നിൻ്റെ മഹത്വത്തിന് ഒതുങ്ങുന്ന വിധത്തിൽ മാത്രമേ ഞാൻ ജീവിക്കുകയുള്ളൂ. നിൻ്റെ വിശുദ്ധിക്ക് ചേർന്ന വിധത്തിൽ മാത്രമേ ഞാൻ ജീവിക്കുകയുള്ളൂ. യേശുവിന് നിങ്ങൾ വാക്ക് പറയൂ. യേശുവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കൂ. യേശുവിനെ നിങ്ങളുടെ ജീവിതം വേർതിരിക്കൂ. ദൈവനാമം മഹത്വപ്പെടട്ടെ. ദൈവത്തിന് സ്തോത്രം. ജീവനുള്ള ദൈവമേ, കരുണയുള്ള കർത്താവേ, ഈ അനുഗ്രഹീത നിമിഷങ്ങൾക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്ന കർത്താവേ. അവിടുത്തെ തിരുസാന്നിധ്യം ഞങ്ങൾ നടപടിയായി തന്നതിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ ഈ മക്കളെ തൊടണമേ, ഈ മക്കളെല്ലാം അനുഗ്രഹിക്കണമേ. ഓരോരുത്തരുടെയും ഹൃദയത്തിൽ എൻ്റെ കരുണയുള്ള കർത്താവിൻ്റെ സ്നേഹം പകരണമേ. പരിശുദ്ധാത്മാവിനെ നിൻ്റെ മക്കളുടെ ഹൃദയത്തിലേക്ക് പകർന്ന് അനുഗ്രഹിക്കണമേ. വിശുദ്ധിയുള്ള ജീവിതം, വിശ്വസ്തയുള്ള ജീവിതം നയിപ്പാൻ എല്ലാവരും യോഗ്യരാക്കി തീർക്കണമേ. തിരുനാമം മഹത്വപ്പെടുത്തണമേ. യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ തന്നെ. ആമീൻ.